ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് വാചകങ്ങളാണ്. എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങൾ ഉണ്ട്. മലയാളത്തിൽ ഉദാഹരണമായി ഞങ്ങളെ കണ്ടു, അവനെ കണ്ടു, അവരെ കണ്ടു, ഈ രീതിയിൽ പറയുന്ന വാചകങ്ങളാണ് പാസീവ് വാചകങ്ങൾ. മലയാളത്തിന്റെ ഒരു പ്രത്യേകത നാം കാണുകയുണ്ടായി. മലയാളത്തിലെ ചില വെർബ്സ്, ചില ക്രിയകള് രണ്ട് രീതിയിൽ പാസീവായിട്ട് പറയാൻ പറ്റും. ഉദാഹരണം, അവനെ രക്ഷിച്ചു, അത് തന്നെ അവൻ രക്ഷിക്കപ്പെട്ടു. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. അവനെ രക്ഷിച്ചു, അവൻ രക്ഷിക്കപ്പെട്ടു. പക്ഷേ എല്ലാ ക്രിയകളും ഇതുപോലെ പറയാൻ മലയാളത്തിൽ സാധിക്കുകയില്ല. അവനെ സഹായിച്ചു, അവൻ സഹായിക്കപ്പെട്ടു, അങ്ങനെ നമ്മൾ പറയില്ല. കൂടുതലും അവനെ സഹായിച്ചു, അവനെ കൊണ്ടുവന്നു, അവനെ അഭിനന്ദിച്ചു, ഈ രീതിയിലാണ് പാസീവ് മലയാളത്തിൽ പറയുന്നത്. മറ്റൊരു പ്രത്യേകത, എല്ലാ വെർബ്സും എല്ലാ ക്രിയകളും പാസീവായിട്ട് പറയാൻ സാധിക്കില്ല. ഉദാഹരണമായി, അവൻ വന്നു, അവനെ വന്നു എന്ന് പറയാൻ സാധിക്കില്ല. അവൻ കണ്ടു, അവനെ കണ്ടു എന്ന് പറയാം. അവൻ വന്നു, അവനെ വന്നു എന്ന് നമ്മൾ പറയാറില്ല. ഇതുപോലെ ഇംഗ്ലീഷിലും എല്ലാ വെർബ്സും പാസീവായിട്ട് പറയാൻ സാധിക്കില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നതിന്റെ പാസീവ് രൂപമാണ്. ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. റൈറ്റ്, ഞാൻ എഴുതാറുണ്ട്, അവൻ എഴുതാറുണ്ട്, ഞങ്ങൾ എഴുതാറുണ്ട്, അതാണ് ഈ ടെൻസ് എന്ന് പറയുന്നത്. അതിന്റെ പാസീവ് ആണ് നമ്മൾ കാണുന്നത്. ഇവിടെ സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ചൂസ്, ചോസ്, ചോസൺ എന്ന വെർബാണ്. ഇവിടെ പാസീവ് ഉണ്ടാക്കുന്നത് സബ്ജക്ട്, അതിന്റെ കൂടെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബായ ബി എന്ന വെർബിന്റെ പ്രസന്റ് ഫോമിലുള്ള രൂപങ്ങളായ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കും. ഈ രീതിയിലാണ് പാസീവ് ഉണ്ടാക്കുന്നത്. ആം ഐക്ക് വേണ്ടി മാത്രമാണ്, ഈസ് സിംഗുലറിന് വേണ്ടിയാണ്. ഇത് രണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ക്ലാസ്സുകളിൽ നാം കാണുന്നത് ആർ എന്നതിന്റെ ഉപയോഗമാണ്. പ്ലൂറൽ ആയിട്ടുള്ള വാക്കുകൾക്ക് വേണ്ടിയാണ് ആർ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കാം, വി ഞങ്ങൾ, യു നിങ്ങൾ, ദേ അവർ അല്ലെങ്കിൽ ഇവർ, മൈ ഫ്രണ്ട്സ് എന്റെ കൂട്ടുകാർ, ഇതെല്ലാം പ്ലൂറലാണ്. ഇതിന്റെ കൂടെ ആർ എന്ന വാക്കാണ് വയ്ക്കുക. സിംഗുലർ ആണെങ്കിൽ ഈസ് ആണ് വയ്ക്കേണ്ടത്. മൈ ഫ്രണ്ട് എന്നാണെങ്കിൽ ഈസ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. നമുക്ക് വാചകം നോക്കാം. ദേ ആർ ചോസൺ, അതിന്റെ മലയാളം എന്താണ്? അവരെ തിരഞ്ഞെടുക്കാറുണ്ട് അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കപ്പെടാറുണ്ട്. ദേ ആർ ചോസൺ, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അവരെ എന്നുള്ളതിന് ദം എന്നുള്ള വാക്കുണ്ട്. ദം ചൂസ് എന്നൊന്നും പറയില്ല. ഈ രീതിയിലാണ് പറയേണ്ടത്. ദേ ആർ ചോസൺ, അതിന്റെ മലയാളം അവരെ തിരഞ്ഞെടുക്കാറുണ്ട്. നേരത്തെ പഠിച്ചത് അവർ തിരഞ്ഞെടുക്കാറുണ്ട്. ദേ ചൂസ്, ദേ ചൂസ്, ഈ ഫോം ആണ് വെച്ചത്. പാസീവില് ഈ ഫോം, ദേ ആർ ചോസൺ, അവരെ തിരഞ്ഞെടുക്കാറുണ്ട് അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കപ്പെടാറുണ്ട്. ഈ രീതിയിൽ നമ്മൾ പഠിക്കണം. നമുക്ക് വി വെച്ച് തുടങ്ങാം. വി ആർ ചോസൺ, ഞങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാറുണ്ട്. പഴയത് വി ചൂസ്, ഞങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഇത് വി ആർ ചോസൺ, ഞങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ട്. വി ആർ സെൻഡ്, ഞങ്ങളെ അയക്കാറുണ്ട്. പഴയത് വി സെൻഡ്, SEND, ഞങ്ങൾ അയക്കാറുണ്ട്. വി ആർ ഹെൽപ്ഡ്, ഞങ്ങളെ സഹായിക്കാറുണ്ട്. പഴയത് വി ഹെൽപ്പ്, ഞങ്ങൾ സഹായിക്കാറുണ്ട്. വി ആർ ടോട്ട്, ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. നേരത്തെ പഠിച്ചത് വി ടീച്ച്, വി ടീച്ച്, ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഈ വ്യത്യാസം അറിയണം. വി ആർ ടോൾഡ്, ഇത് ശ്രദ്ധിക്കുക, ഞങ്ങളോട് പറയാറുണ്ട്. പഴയത് വി ടെൽ, ഞങ്ങൾ പറയാറുണ്ട്. വി ആർ ആസ്ക്ഡ്, ഇതും ശ്രദ്ധിക്കുക, ഞങ്ങളോട് ചോദിക്കാറുണ്ട്. ഞങ്ങൾ ചോദിക്കാറുണ്ടെന്നല്ല, ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അടുത്തത് യു, നീ, നിങ്ങൾ, താങ്കൾ. യു എപ്പോഴും പ്ലൂറലാണ്, നമുക്കറിയാം. യു ആർ ചോസൺ, നിന്നെ തിരഞ്ഞെടുക്കാറുണ്ട്. പഴയത് യു ചൂസ്, നീ തിരഞ്ഞെടുക്കാറുണ്ട്. യു ആർ സെൻഡ്, നിന്നെ അയക്കാറുണ്ട്. പഴയത് യു സെൻഡ്, നീ അയക്കാറുണ്ട്. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ദേ നമ്മൾ കണ്ടത്, ദേ ആർ ചോസൺ, അവരെ തിരഞ്ഞെടുക്കാറുണ്ട്. പഴയത് ദേ ചൂസ്, ദേ ചൂസ്, അവർ തിരഞ്ഞെടുക്കാറുണ്ട്. ദേ ആർ സെൻഡ്, അവരെ അയക്കാറുണ്ട്. പഴയത് ദേ സെൻഡ്, അവർ അയക്കാറുണ്ട്. ദേ ആർ ഹെൽപ്ഡ്, അവരെ സഹായിക്കാറുണ്ട്. പഴയത്
ദേ ഹെൽപ്പ്, അവർ സഹായിക്കാറുണ്ട്. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. മൈ ഫ്രണ്ട്സ്, എന്റെ കൂട്ടുകാർ, ഏത് പ്ലൂറൽ വേണമെങ്കിലും വയ്ക്കാം. മൈ ഫ്രണ്ട്സ്, യുവർ ബ്രദേഴ്സ്, ദെയർ പാരന്റ്സ്, ഏത് വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ നമ്മൾ ആർ ഉപയോഗിക്കും. ആറ് പ്ലൂറലിന് വേണ്ടിയാ. മൈ ഫ്രണ്ട്സ് ആർ ചോസൺ, എന്റെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാറുണ്ട്. പഴയത് മൈ ഫ്രണ്ട്സ് ചൂസ്, എന്റെ ഫ്രണ്ട്സ് തിരഞ്ഞെടുക്കാറുണ്ട്. മൈ ഫ്രണ്ട്സ് ആർ സെൻഡ്, എന്റെ ഫ്രണ്ട്സിനെ, എന്റെ കൂട്ടുകാരെ അയക്കാറുണ്ട്. പഴയത് മൈ ഫ്രണ്ട്സ് സെൻഡ്, എന്റെ കൂട്ടുകാർ അയക്കാറുണ്ട്. മൈ ഫ്രണ്ട്സ് ആർ ഹെൽപ്ഡ്, എന്റെ കൂട്ടുകാരെ സഹായിക്കാറുണ്ട്. പഴയത് മൈ ഫ്രണ്ട്സ് ഹെൽപ്പ്, ഈ ഫോമ, എന്റെ കൂട്ടുകാർ സഹായിക്കാറുണ്ട്. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഈ വാചകം നോക്കാം. ദേ ആർ ടോൾഡ് ടു ക്ലീൻ ദ റൂം. ദേ ആർ ടോൾഡ്, എന്താ അതിന്റെ അർത്ഥം? അവരോട് പറയാറുണ്ട്. എന്ത്? ടു ക്ലീൻ ദ റൂം, റൂം ക്ലീൻ ചെയ്യാൻ അവരോട് പറയാറുണ്ട്. ഇത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറയുക. They are told to clean the room. They are told to clean the room. We are told to clean the room. ഞങ്ങളോട് റൂം ക്ലീൻ ചെയ്യാൻ പറയാറുണ്ട്. You are told to clean the room. നിന്നോട് റൂം ക്ലീൻ ചെയ്യാൻ പറയാറുണ്ട്. My friends are told to clean the room. എന്റെ കൂട്ടുകാരോട് റൂം ക്ലീൻ ചെയ്യാൻ പറയാറുണ്ട്. ഇതുപോലെ മറ്റു വാക്കിലൂടെ വയ്ക്കാം. They are told to pray. അവരോട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. They are told to sing. അവരോട് പാടാൻ പറയാറുണ്ട്. They are told to do the homework. അവരോട് ഹോംവർക്ക് ചെയ്യാൻ പറയാറുണ്ട്. ഈ രീതിയിൽ വാചകങ്ങൾ വെച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് സിമ്പിൾ പ്രസന്റ് പാസീവിന്റെ പ്ലൂറൽ ആണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ വാചകമാണ്. ഇനി 3 വാചകങ്ങൾ കൂടിയുണ്ട്. സാധാരണ നമ്മൾ 4 വാചകങ്ങളാണ് കാണുന്നത്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. ബോറടിക്കില്ല, തെറ്റുവന്നാൽ തിരുത്താൻ പറ്റും. ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അർത്ഥമുള്ള വാചകമാണോ എന്ന് ശ്രദ്ധിക്കണം. മറ്റൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട രീതി, ആദ്യം മലയാളം പറഞ്ഞ് അതിന്റെ ഇംഗ്ലീഷ് മറ്റേയാൾ പറയുക. ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും ആവർത്തിക്കണം. പാസീവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി വെർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം. അതുപോലെ പുതിയ ഇംഗ്ലീഷ് വെർബ്സ് പഠിക്കുക. പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥോച്ചാരണമൊക്കെ പഠിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകളൊക്കെ നമുക്ക് നെറ്റിൽ നിന്ന് ലഭ്യമാണ്. അത് വായിച്ചൊക്കെ നോക്കുക. വളരെ സുന്ദരമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട്. ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്.
സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബിന്റെ ലിസ്റ്റിലെ മൂന്നാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അപ്പോ 4 ഫോംസ് ഉണ്ട്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ഫോംസ് ആയിരിക്കും എല്ലാ വെർബിന്റെയും നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ലിസ്റ്റ്, ആദ്യത്തെ വാക്കുകൾ നോക്കുക. ഞാൻ വായിക്കുകയാണ്. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കീപ്, kept, kept. Sleep, slept, slept. Meet, met, met. Weep, wept, wept. Creep, crept, crept. Feel, felt, felt. Sweep, swept, swept. Kneel, knelt, knelt. Dwell, dwelt, dwelt. Build, built, built. Burn, burned, burned. ഇങ്ങനെയുള്ള വെർബുകള് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്ക് വായിക്കാം. allow, allowed, allowed. Arrive, arrived, arrived. Attract, attracted, attracted. Beg, begged, begged. Borrow, borrowed, borrowed. Carry, carried, carried. Change, changed, changed. Claim, claimed, claimed. Command, commanded, commanded. Complain, complained, complained. Complete, completed, completed. Continue, continued, continued. Cry, cried, cried. Dance, danced, danced. Describe, described, described. Develop, developed, developed. Fail, failed, failed. Flow, flowed, flowed. ഇത് വാക്കുകൾ പഠിക്കുക. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് ഇവ എന്ന് മറക്കാതിരിക്കുക.